എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ നമ്മ എവിടെ പോണേ നമ്മള് എവിടെ പോണേ? ബാബു അപ്പൊ ഞങ്ങളിത് റെഡി ആയിട്ട് അമ്മ വീട്ടിൽ പോയാണ്. അമ്മ വീട് ആലങ്ങാടാണ്. ആലങ്ങാട് ഇന്ന് വൈകുന്നേരം ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി. ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് പോന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി. തണുപ്പൊക്കെ ആണല്ലോ, അപ്പൊ അവന്റെ തലയിൽ ടർക്കിയൊക്കെ ഇട്ട് പുതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല, ചേട്ടൻ മേളത്തിന് പോയേക്കാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഇതേ പോണ വഴിക്ക് നെൽപ്പാടം. അപ്പൊ വീണ്ടും വണ്ടി നിർത്തി. ആദ്യം കെട്ടി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്, പിന്നെ മഞ്ഞായതുകൊണ്ട് ഒരു ദിവസം വന്ന് എടുക്കാന്ന് കരുതി. ഞങ്ങളിവിടെ എത്തി ഗൈസ്. ആ വരുന്നതാണ് അമ്മായി, ഇത് വല്യമ്മ. കുറച്ച് കാലമായി ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട്. പണ്ട് വെള്ളപ്പൊക്ക സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കാറുള്ളത്. അന്നൊക്കെ വീടിന്റെ പകുതി, ഭിത്തിയുടെ ഒക്കെ പകുതി വരെ വെള്ളം കയറുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ അപ്പോൾ വെറുതെ വന്ന് നിന്നത്. അപ്പം അമ്മ ഇത് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർത്താനൊക്കെ പറഞ്ഞ് വൈകിയാണ് ഇറങ്ങിയത്. ഇത് പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പങ്ങ വെച്ച് പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ വല്യമ്മ വന്നപ്പോൾ തൊട്ട് പറയണേണ് കപ്പങ്ങ വെച്ച് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പം അതിനിടയ്ക്ക് വാവ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വാവേനെ കൊണ്ടുപോയി ഇവിടുത്തെ പൂന്തോട്ടവും പൂക്കളും പിന്നെ കുറച്ച് ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ട്, അതിനൊക്കെ കൊണ്ടുപോയി കാണിച്ച്. ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ കൊണ്ടുപോയി കാണിച്ച് അവിടെയൊക്കെ നടക്കണമായിരുന്നു വാവേനെയും കൊണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഞങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടാണ് വാവേനെയും കൊണ്ട് അവിടെ വന്നത്. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമായിരുന്നു. ഈ കപ്പങ്ങ വെച്ച് എങ്ങനെ പുട്ടുണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപ്പങ്ങ 2 കഷ്ണാക്കി എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങ ചിരണ്ടുന്ന പോലെ ചിരണ്ടി എടുക്കണം. അങ്ങനെ ചിരണ്ടി എടുത്തിട്ട് നമ്മൾ അരിപ്പൊടിയിൽ മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കണ്ട, കപ്പങ്ങയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇപ്പം അരിപ്പൊടി വെച്ചുള്ള പുട്ടുണ്ടാക്കി തിന്ന് മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണത്. ഈ ബീട്രൂട്ടിൻ്റെയും ഇതൊക്കെ വെച്ച് പുട്ടുണ്ടാക്കണ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് കപ്പങ്ങ വെച്ചുള്ള പുട്ടുണ്ടാക്കുന്നത്. നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ പുട്ടും പഴവും കൂടി കൂട്ടിയാണ് കഴിക്കും. പഴം കൂട്ടി കഴിക്കരുതെന്ന് ഇപ്പോൾ കേൾക്കുന്നുണ്ട്, എന്നാലും പുട്ടും പഴം വെച്ച് കഴിച്ച്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും ചിക്കൻ കറിയും കൂടി വീണ്ടും ഒന്ന് കഴിക്കും. സത്യം പറയല്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കപ്പങ്ങ കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായപ്പോഴേക്കും മിനിച്ചേച്ചി വന്നിട്ടുണ്ട്. മിനിച്ചേച്ചി മാത്രമല്ല, കുഞ്ഞോൻ ചേട്ടനും ഷീപ്പ് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ വല്യമ്മമാരുടെ മക്കളാണ്. ചേട്ടനും ചേച്ചിമാരൊക്കെയാണ്. തറവാടായതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും ഒരുമിച്ചായി പോയി വന്നത്. പിന്നെ ചേച്ചി വന്നപ്പോൾ ഐസ്ക്രീമൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരുടെ വീടൊക്കെ ഇവിടെ കുറച്ച് അടുത്തടുത്തൊക്കെയാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ എല്ലാവരും കൂടി അന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് വല്യമ്മ മെയിനായിട്ട് വന്നത് തന്നെ ആടിനെ വാങ്ങാൻ. അപ്പോൾ അവിടെ ആടിനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ആടിനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതിനിടയിൽ എന്തോ തമാശയൊക്കെ പറഞ്ഞ് കാര്യമായിട്ടൊക്കെ ചിരിക്കണം, എന്താന്നൊക്കെ ഞാൻ മറന്നുപോയി. പിന്നെ പെണ്ണാടായിരുന്നു. അപ്പം അതുകൊണ്ട് മണിക്കൂട്ടിന്നും പറഞ്ഞ് പേരിട്ട്. അപ്പോൾ വാവ ആടിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ തോണ്ടലും പിടിക്കലൊക്കെ ആയിരുന്നു. അപ്പം ഈ 3 ആടുകളും തറവാട്ടിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ വന്ന ആട് കാരണപ്പോൾ ഈ ആടുകൾ എല്ലാവരും ഒരുമിച്ച് കരച്ചിലായി. പിന്നെ വല്യമ്മക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആടുണ്ടായിരുന്നു, പക്ഷേ ആടിനെ എന്തോ പട്ടി എന്തോ കടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ആ വിഷമത്തിൽ പുതിയ ആടിനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആടിന് ഇതേ ചരടൊക്കെ കെട്ടിക്കണം. അതിൻ്റെ ഇടയിലൊക്കെ എന്തോ തമാശ കാര്യമൊക്കെയായിട്ട് പറയാം. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ കിടന്ന് കുറേ പ്ലാവിൽ അവിടെ കിടക്കണ്ടായത് വാവ കൊണ്ടുപോയി ആടിന് കൊടുക്കുകയാണ്. അവനറിയേ പോലും ഇല്ല ഇല തിന്നുന്നിട്ട് അവൻ ഒറ്റയ്ക്ക് തന്നെ വന്ന് എടുത്തുകൊണ്ട് കൊടുക്കണം. എല്ലാവരും അത് കണ്ട് അന്തം വിട്ടു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. എല്ലാവരും കൂടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ഫുള്ള് അവിടെ നിന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പോരുന്ന വഴിക്ക് ഞങ്ങൾ വേറൊരു വല്യമ്മയുടെ വീട്ടിൽ കയറി. ഇതാണ് ലക്ഷ്മി. 2 ഷോർട്സ് വീഡിയോസിൽ ഞാൻ ഇവളുമായിട്ടുള്ള ഡാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഡാൻസറാണ്. പിന്നെ കൈകൊട്ടിക്കളി ടീമൊക്കെ ഉണ്ട് അവൾക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. ഓക്കെ, ബൈ.